ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ക്രെറ്റയിലെ ഏറ്റവും പുതിയ വേരിയന്റായ EX ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. റീസെന്റ് ലോഞ്ച് ചെയ്തൊരു വേരിയന്റ് ആണ്. തേർഡ് വേരിയന്റ് ആണ് ഇപ്പോൾ EX ഓപ്ഷണൽ. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ക്രെറ്റയുടെ ഏറ്റവും പുതിയ വേരിയന്റായ EX ഓപ്ഷണൽ വേരിയന്റിലേക്ക് വന്നാൽ, ക്രെറ്റയ്ക്ക് ഇപ്പോൾ ഈ ബേസ് വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് EX, ആ EX വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് EX ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ഈ പുതിയ വേരിയന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ EX ഓപ്ഷണൽ വേരിയന്റ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ക്രെറ്റയുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഈ EX ഓപ്ഷണൽ വേരിയന്റിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ഡീസൽ വരുന്നുണ്ട്. അതായത് പെട്രോളിൽ മാനുവലും ഓട്ടോമാറ്റിക്കും, ഡീസലിലും മാനുവലും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഇതിനു മുമ്പ് ക്രെറ്റയുടെ ഓപ്ഷണൽ എന്ന് പറയുന്ന ശരിക്കും ഒരു ഫിഫ്ത്ത് വേരിയന്റ് തൊട്ടിട്ടായിരുന്നു നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു തേർഡ് വേരിയന്റ് തൊട്ടേ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഈ വേരിയന്റ് വന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെന്യൂ ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ബ്രസ ടോപ്പ് എൻഡ് അതല്ലെങ്കിൽ സോണറ്റ് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഒക്കെ നോക്കുന്നവർക്ക് ആ ഒരു സെയിം പ്രൈസിൽ കുറച്ചുകൂടി വലിപ്പമുള്ള ക്രെറ്റയുടെ ഈ ഒരു വേരിയന്റ് മേടിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിയയുടെ ഏറ്റവും പുതിയ സൈറോസ് നോക്കുന്നവർക്കും അതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റിനൊക്കെ ഈ ഒരു വേരിയന്റിനേക്കാളും പ്രൈസ് കൂടുതലാണ്. അപ്പോൾ സൈറോസ് ഒക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയന്റാണ് ക്രെറ്റയുടെ ഈ EX ഓപ്ഷണൽ വേരിയന്റ്. കാര്യം സൈറോസിനേക്കാളും ഇന്റീരിയർ സ്പേസ് ഉണ്ട്, വലിപ്പമുണ്ട്. ആ സെയിം എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും ഈ വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചും കൂടിയും വലിപ്പമുള്ളൊരു വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് ക്രെറ്റയുടെ ഈ EX ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ്. അപ്പോൾ ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്ന EX വേരിയന്റിൽ കുറച്ചധികം അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തതാണ് EX ഓപ്ഷണൽ എന്ന് പറയുന്ന ഈ പുതിയൊരു വേരിയന്റ്. അപ്പോൾ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ സിമിലർ ലുക്കാണ്, പക്ഷേ ഫീച്ചേഴ്സിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ കണക്റ്റഡ് DRL വരുന്നില്ല, നമ്മുടെ LED ഹെഡ്ലൈറ്റ് വരുന്നില്ല. മറ്റെല്ലാ ലുക്കും ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് DRL വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലാണ് LED DRL കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, പക്ഷേ അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. LED ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ്, പക്ഷേ ഹാലജനാണ്. അത് ലോ ബീമായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ ഹൈ ബീമായിട്ട് നമ്മുടെ നോർമൽ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്, അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലാമ്പ് ഒന്നും ക്രെറ്റയുടെ ഒരു വേരിയന്റിലും കൊടുത്തിട്ടില്ല. ഫ്രണ്ടിലെ ബമ്പർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയന്റിലും കാണുന്ന രീതിയിലുള്ള ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിലാണ് ബമ്പർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. 190 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഹ്യുണ്ടായുടെ ലോഗോ എല്ലാം സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കണക്റ്റഡ് DRLന് പകരം നമുക്കൊരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്രോം ഫിനിഷ് എന്ന് പറയാം. അതിന് താഴെ വരുന്ന ഗ്രില്ല് ഇപ്പോൾ ഓപ്ഷണൽ വേരിയന്റിലൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുമ്പോൾ ഇതിനകത്തൊരു മാറ്റ് ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ മറ്റു വേരിയന്റുകളായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് വരുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഓപ്ഷണൽ വേരിയന്റൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് വരുന്നത് നമ്മുടെ ടയറിലാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 4.3 മീറ്ററാണ് ഓവറോൾ ലെങ്ത് വരുന്നത്. വീൽ ബേസ് നമുക്ക് ഏകദേശം 2610 mm വീൽ ബേസ് വരുന്ന ഒരു വാഹനമാണ് ക്രെറ്റ. അതുകൊണ്ട് ഇന്റീരിയറിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു സബ് 4 മീറ്റർ SUV നോക്കുന്നവർക്ക്, ഇപ്പോൾ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് എസ്പെഷ്യലി ഈ ഒരു വേരിയന്റ് കൺസിഡർ ചെയ്യാം. ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് വീൽസാണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. അത് 205, 65, R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വീൽ കവർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്കുള്ള അലോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഏകദേശം 65,000 രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വരുന്നത്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിരുന്നു. ഓട്ടോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൂടെ കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. മിറേഴ്സിൽ ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നില്ല, അഡ്ജസ്റ്റബിളിൻ്റെ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഫോൾഡിങ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഈ വാഹനത്തിൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല. ഈ EX ഓപ്ഷണൽ വേരിയൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ പനോരമിക് സൺറൂഫാണ്. ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ തന്നെ അല്ലെങ്കിൽ തേർഡ് വേരിയന്റിൽ തന്നെ നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. അതും പനോരമിക് ആയിട്ടുള്ള വലിയ സൺറൂഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാം. വശങ്ങളിലേക്ക് നോക്കുമ്പോൾ എല്ലാ ക്രെറ്റയുടെയും ആ ഒരു സിമിലർ ലുക്കാണ്. ആ സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ക്രെറ്റയുടെ മറ്റ് വേരിയൻറ്റുകളോട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് വരുന്നത്. പക്ഷേ ലുക്ക് കാര്യങ്ങൾ എല്ലാ വേരിയൻറ്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഹൈ മൗണ്ടറായിട്ട് ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സ്പോയിലർ തന്നെ ഒരു ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ, വാഷർ, ഡിഫോഗർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ബാക്കിലെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ബേസ് വേരിയൻറ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇത് രണ്ടും ശരിക്കും ഹാലജൻ ആണ്. ലോങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് LED ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അത് രണ്ടും ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഹ്യുണ്ടായുടെ ഒരു ലോഗോ ആണ് നടുക്ക് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഒരു ബ്ലാക്ക് ഗ്ലാസ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ സെൻട്രൽ മൗണ്ടറായിട്ട് താഴെയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ഈ കോർണറിലായിട്ടൊരു റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ബാക്കിലും ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ് ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ വരുന്ന ലൈറ്റ്സ് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആ ഒരു ഹാലജനായിട്ട് തന്നെയാണ് ഫുൾ വരുന്നത്. അപ്പോൾ ഈ വേരിയൻറ്റിൽ ശരിക്കും LED വരുന്നത് ഈ ബാക്കിലെ ടെയിൽ ലൈറ്റ് മാത്രമാണ്. ബാക്കി കംപ്ലീറ്റ്ലി ലൈറ്റ് യൂണിറ്റ്സ് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. ഈ വേരിയൻറ്റിൽ നമുക്ക് സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ബാക്കിലേക്ക് പ്രത്യേകിച്ച് പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 433 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. വളരെ സ്ക്വയറിഷ് ആയിട്ട് ലോഡിംഗ് ലിപ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് ബൂട്ട് വരുന്നത്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള 205/65/16 ആയിട്ടുള്ള സ്റ്റീൽ വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ക്രെറ്റ വേരിയൻറ്റുകളുടെയും ഇന്റീരിയറിൻ്റെ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോൾ ഈ വേരിയൻ്റ് ആണെങ്കിലും ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെയാണ് ഡോർ പാഡ് വരുന്നത്. ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളർ, പിന്നെ ഒരു ഓഫ് വൈറ്റ് കളർ എന്ന രീതിയിലാണ് വരുന്നത്. നമുക്ക് ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഒരു വിൻഡോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ട്യൂട്ടർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, ട്യൂട്ടർ വരുന്നില്ല. ഇവിടെ സ്പീക്കർ വരുന്നുണ്ട്. നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഒരു ഈ EX വേരിയൻറ്റിലൊക്കെ കാണുന്ന ആ സെയിം ഫാബ്രിക് സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ കളർ. പോർഷൻസ് ഒക്കെ ഒരു വൈറ്റ് ഫിനിഷിൽ വരുന്ന ആ ഫാബ്രിക് സീറ്റുകളാണ്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഈ വശത്താണ് നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AC വെൻസിനകത്തെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. ആ AC വെൻസിൻ്റെ നോബിൽ ആ ഒരു ടോപ്പ് എൻഡിലൊക്കെ കാണുന്ന ഒരു സെയിം ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്രെറ്റ EX ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്രെറ്റയുടെ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ എല്ലാ വേരിയൻറ്റുകളിലും സിമിലർ ഇന്റീരിയർ ലുക്ക് കാര്യങ്ങളാണ് വരുന്നത്. ഫീച്ചേഴ്സിൽ മാത്രമാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. ഈവൻ ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ലുക്ക് വരെ എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആണ്. ഈ അകത്ത് ആ ഒരു ബ്രോൺസ് ഫിനിഷൊക്കെ ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണലായിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ലെതർ റാപ്ഡ് ഒന്നുമില്ല, നോർമൽ 4 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ താഴെയെല്ലാം നമുക്ക് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്ലാറ്റ് ബോട്ടമാണ്. നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് വരുന്നത്. ഇതിനകത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെങ്കിലും വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നു. ഹ്യുണ്ടായുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മൾ RPM നമ്മൾ കാർ റേസ് ചെയ്യുന്നതിനനുസരിച്ച് RPM ചേഞ്ച് ആവുന്നതും അതിനകത്ത് ആ ലൈറ്റ് ഇൻഡിക്കേഷൻസും വരുന്നതും നിങ്ങൾക്ക് കാണാം. അതിൻ്റെ നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, കളർ ഡിസ്പ്ലേ ആണ് വരുന്നത് 3.5 mm. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. അത് ടോഗിൾ ചെയ്യാനുള്ള ബട്ടൺസ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് അറിയാം. ഇതിനകത്ത് TPMS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതിനകത്ത് വയർഡായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുക. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ്. നമുക്ക് FM, AM, നമുക്ക് USB കണക്ട് ചെയ്ത് മ്യൂസിക് പ്ലേ ചെയ്യാൻ, വീഡിയോ പ്ലേ ചെയ്യാൻ എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. 4 സ്പീക്കറോടുകൂടി മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കുറേ ഫിസിക്കൽ ബട്ടൺസ് വശത്ത്
ബർത്തായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേണമെങ്കിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. ആകെ വരുന്നത് പാർക്കിംഗ് സെൻസേഴ്സ് ആണ്. അത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതെനിക്ക് തോന്നുന്നു 4000 രൂപ എങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ആക്സസറി ആയിട്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മ്യൂസിക് സിസ്റ്റം മാറ്റിയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേക്കുള്ള ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഷോറൂമിൽ നിന്ന് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ആ സിസ്റ്റം ഇത് 360 ക്യാമറ 42,000 എങ്ങാണ്ടാണ് കോസ്റ്റ് വരുന്നത്. അതായത് നമുക്ക് ആ വലിയ 12 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ, 360 ക്യാമറ, പിന്നെ മിറർ ഫോൾഡിങ്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനങ്ങളിൽ നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് ചെയ്യാം. അത് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. മാനുവൽ AC കൺട്രോൾസ് ആണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കാണാം. പിന്നെ നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിൽ USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മളുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു പ്രീമിയം ടച്ച് തരുന്ന രീതിയിൽ സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 ഫ്ലിപ്പ് കീസാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെൻറ്റർ ആംറെസ്റ്റ് ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. അപ്പോൾ ഈ വേരിയൻറ്റിലും വരുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്ററിൽ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലെ റീഡിംഗ് ലൈറ്റുകൾ നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വേരിയൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഈ പനോരമിക് സൺറൂഫ്. അത് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ വലിപ്പമുള്ള വളരെ വലിയ സൺറൂഫാണ്. അതൊരു 1 ടച്ച് ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാവുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു EX ഓപ്ഷണൽ വേരിയന്റിൽ ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് ആ ഫ്രണ്ടിൽ കണ്ട സെയിം ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു ബ്ലൂയിഷ് ഫിനിഷ്, ഇവിടെ ഒരു ഓഫ് വൈറ്റ്. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. സ്പീക്കർ വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ടും കാണാം. അവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് ഐസോഫിക് സ്റ്റൈൽ സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സെന്റർ ആംറെസ്റ്റ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. സെന്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സും അവൈലബിൾ ആണ്. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ നമ്മളുടെ അണ്ടർ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV നോക്കുന്നവർക്ക് ഈ ബാക്ക് സൈഡിൽ കയറി ഇരുന്നാൽ തന്നെ നിങ്ങൾ ഈ ക്രെറ്റയിലേക്ക് ചേഞ്ച് ആവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ആണ്. ഇപ്പോൾ സൺറൂഫ് വരുന്നുണ്ടെങ്കിലും ഹെഡ്റൂമിന് പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലെ ഈ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 2 or 3 പോയിന്റിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ മാക്സിമം ബാക്കിലേക്ക് ചരിച്ചിട്ടിരിക്കുന്ന രീതിയിലും നമുക്ക് ഈ ഒരു പുടല് പിടിച്ചത് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നല്ലൊരു സീറ്റിംഗ് കംഫർട്ട് നമുക്ക് ബാക്ക് സീറ്റിൽ ലഭിക്കും. നമുക്ക് ബാക്കിൽ പാഴ്സൽ ട്രേ വരുന്നില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. പനോറമിക് സൺറൂഫ് ഒക്കെ വരുന്നത് കൊണ്ട് വളരെ റൂമി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പനോറമിക് സൺറൂഫാണ്. സൺറൂഫ് മിസ്യൂസ് ചെയ്യാണ്ട് നോക്കുക. കാരണം ഇപ്പോൾ പലരും കാണുന്നതാണ് സൺറൂഫ് എടുക്കുക, കുട്ടികൾ കയറി നിൽക്കുന്നു, തല പുറത്തേക്ക് ഇടുന്നു, കാഴ്ചകൾ കാണുന്നു, പ്രശ്നങ്ങളാകുന്നു. ആ വക കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് സൺറൂഫിൻ്റെ യൂസായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ക്രെറ്റ EX ഓപ്ഷണൽ വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ക്രെറ്റയുടെ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ESP വിത്ത് ഹിൽ ഹോൾഡ്, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ക്രെറ്റയുടെ ഈ ഒരു വേരിയന്റിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ TPMS പോലെയുള്ള ഫീച്ചേഴ്സും ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഇപ്പോൾ ക്രെറ്റ റേഞ്ചിൽ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് EX ഓപ്ഷണൽ വേരിയന്റ് ആണ്. മുമ്പ് ഇത് S ഓപ്ഷണൽ വേരിയന്റ് ആയിരുന്നു. EX ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് പെട്രോളിലും ഓട്ടോമാറ്റിക് മാനുവലും വരുന്നുണ്ട്, ഡീസലിലും ഓട്ടോമാറ്റിക് മാനുവലും വരുന്നുണ്ട്. പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1.5 ലിറ്റർ ഒരു 4 സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 112 HP 112 HP അടുത്താണ് പവർ വരുന്നത്. 140 Nm
ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. മാനുവൽ ഗിയർ ബോക്സ് ആണെങ്കിൽ 6 സ്പീഡ് മാനുവലും, ഓട്ടോമാറ്റിക് ആണെങ്കിൽ IVT ഗിയർ ബോക്സുമാണ് പെട്രോളിൽ കൊടുത്തിരിക്കുന്നത്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂണ്ടായുടെയും കിയയുടെയും ഒരുവിധം എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ CRDI ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ്. ഇപ്പോൾ ഹ്യൂണ്ടായിലേക്ക് വന്നു കഴിഞ്ഞാൽ അൽക്കസാർ, വെന്യൂ, ക്രെറ്റ, കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ കറൻസ്, സോണറ്റ്, സെൽട്ടോസ്, ഇപ്പോൾ സൈറോസ്, ഈ വാഹനങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 112 HP അടുത്താണ് അതും പവർ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് 250 Nm അടിപൊളി ടോർക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 80 ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലാണ് ഈ വാഹനം വരുന്നത്. മൈലേജ് നോക്കുകയാണെങ്കിൽ മൈലേജ് നോക്കുന്നവർക്ക് ഡീസൽ എഞ്ചിനിലേക്ക് പോകാം. ഡീസലിന് ആവറേജ് ഒരു 15നും 18നും ഇടയ്ക്കൊക്കെ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. കമ്പനി 20 above ഒക്കെ പറയുന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഒരു 18 വരെയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി, അത്യാവശ്യം വലിപ്പമുള്ള വാഹനമായതുകൊണ്ട്. അതുപോലെ തന്നെ പെട്രോളിന്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 12-13 ആവറേജ് മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേരിയന്റ് EX എന്ന് പറയുന്ന വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ EX വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ EX ഓപ്ഷണൽ വേരിയന്റിന് ഏകദേശം 65,000 രൂപ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ EX വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവലിന് 14,70,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. പെട്രോൾ മാനുവലിന്, അതിനകത്ത് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 16,54,000 രൂപ. ഇനി നമുക്കിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന EX ഓപ്ഷണൽ വേരിയന്റ്, അതായത് ഈ വേരിയന്റിന്റെ പെട്രോൾ മാനുവൽ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 13 ലക്ഷം രൂപ, 12,97,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,47,000 രൂപയാണ്. ഇപ്പോൾ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് 14,37 ആണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 17,12,000 രൂപ. അതായത് 17,12,000 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ക്രെറ്റയുടെ ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓൺ റോഡ് ഇറക്കാം. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസലിൽ നിങ്ങൾക്ക് മാനുവലിന് എക്സ്ഷോറൂം പ്രൈസ് തന്നെ 14,56,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 17,36,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരും. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 15,96,000 ആണ് എക്സ്ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 19,33,000 രൂപ. അതായത് EX ഓപ്ഷണൽ വേരിയന്റിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഇപ്പോൾ 19,33,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ 20 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇപ്പോൾ ക്രെറ്റയുടെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ഈ വാഹനം ഡയറക്ട്ലി കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൽട്ടോസ്, ഗ്രാൻഡ് വിറ്റാര, എലവേറ്റ ഒക്കെ ആയിട്ടാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് EX ഓപ്ഷണൽ വേരിയന്റ് വന്നപ്പോൾ അണ്ടർ സബ് 4 മീറ്ററിൽ വരുന്ന ബ്രസ, സോണറ്റ്, വെന്യൂ, ഇപ്പം നെക്സോൺ, ഈ വാഹനങ്ങളുടെയൊക്കെ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസിന് നിങ്ങൾക്ക് ഈ ക്രെറ്റയുടെ അത്യാവശ്യം വലിപ്പമുള്ള ക്രെറ്റയുടെ ഈ ഒരു വേരിയന്റ് എടുക്കാം. ഇപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു സൈറോസിന്റെ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈറോസിന്റെ ഒക്കെ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പ്രൈസ്. പിന്നെ നമ്മളുടെ സോണറ്റ് ഓട്ടോമാറ്റിക്കിന് ഓൾമോസ്റ്റ് 20 ലക്ഷം രൂപ വരുന്നുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്കിന്. ബ്രസയുടെ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് ഏകദേശം 17 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്നവർക്ക് ഒരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ശരിക്കും ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് നിങ്ങൾക്ക് 17,36,000 രൂപയ്ക്ക്, അതായത് ഒരു അത്യാവശ്യം ആക്സസറീസ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ 17 ലക്ഷം രൂപ. അതല്ല നിങ്ങൾക്കൊരു മ്യൂസിക് സിസ്റ്റം വലുതായിട്ട് ആക്സസറി ചെയ്യണം, അലോയ് വീൽസ് ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 18 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്കും 20 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കും ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ അണ്ടർ സബ് 4 മീറ്റർ വാഹനങ്ങൾ വാങ്ങാൻ പോകുന്നവർ ഒന്നും കൂടി ഓട്ടോമാറ്റിക് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കുക. ഈ ക്രെറ്റയുടെ EX ഓപ്ഷണൽ ഷോറൂമുകളിൽ അവൈലബിൾ ആണ്. പോയി ഒന്ന് കണ്ടു നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ്, കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാണ്. പലരും കൺവേർട്ട് ആവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ലിങ്ക് കൊടുക്കാം, ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഹ്യുണ്ടായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഡെലിവറി എടുക്കാനാണെങ്കിലും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ക്രെറ്റയുടെ വേരിയൻ്റൊക്കെ നിങ്ങൾക്ക് ഏകദേശം 2 ലക്ഷം രൂപ 1.5 തൊട്ട് 2 ലക്ഷം രൂപ വരെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പെർ ലാക്കിന് ഏകദേശം 1,450 രൂപ വെച്ചിട്ടാണ് അടവ് വരിക. ഇതെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.